മണിക്ക് ശേഷം ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് കാര്യങ്ങള് 1 മണിക്ക് ശേഷം രാത്രി 1 മണിക്കുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഗ്രീൻ പീസ് കിട്ടും. ഇവിടെ എങ്ങനെയുണ്ട് ഗ്രീൻ പീസ് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്? കൊള്ളാന്നോ? വെറുതെ പറയാനോ ശരിക്കും പറയണോ? ഈ ഉണ്ടാക്കലുണ്ടോ അതിന്? സുധീനോട് ചോദിച്ചോ. സുധി ഈ ഉണ്ടാക്കണ എത്ര രസമുണ്ടോ? രസമുണ്ട് അല്ലേ? സുധീന്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ ഗ്രീൻ പീസ്. മോനും കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ അറിയാലോ മോനും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ചായയും അതേപോലെ ഗ്രീൻ പീസും കിളിക്കൂട് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു കടയാണ്. നമ്മൾ ഇവിടെ നിന്ന് വന്നത് റങ്ക് ഇടും. നമുക്ക് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചാണ് കേട്ടോ. ബീച്ച് എടുത്തിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്. നൈസ് സാധനം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടും വെച്ചാൽ നമുക്കുള്ള ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി കാടമുട്ട ഇല്ലാത്ത ബീച്ച് ഉണ്ടല്ലോ. പിന്നെ എണ്ണക്കടികളാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. നമുക്കിപ്പോൾ കടികളും കാര്യങ്ങളൊക്കെ തീർന്നതാണ്. പക്ഷേ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരുപാട് ഇടയ്ക്ക് വരലുണ്ടോ? ഇടയ്ക്ക് വരലുണ്ട്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് പറയും? ഗ്രീൻ പീസ്, കടക്ക പൊരിച്ചത്, ബ്രെഡ് ഓംലെറ്റ്, ബ്രെഡ്, പിന്നെ ഈ കാണുന്ന എല്ലാ ഐറ്റം എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചിലപ്പോ കോഴിക്കോട് ബീച്ചിൽ ഇല്ലാത്ത സംബന്ധിച്ച് നമുക്ക് നേരെ ചായ എടുത്ത് ബാക്കിൽ പോയിരുന്ന് ബീച്ചിൽ ഇരുന്ന് കാണാം, സെറ്റാക്കി കാണാം. അപ്പൊ ഇപ്പൊ കടുക്ക നിറച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല? നല്ല തിരക്കുണ്ടായിരുന്നു. ന്യൂ ഇയറും കൂടിയല്ലേ? ന്യൂ ഇയറോടെ അപ്പൊ നല്ല തിരക്കിലാണ്. അപ്പൊ അടിച്ച് ഇവിടെ അല്ലേ അടിപൊളിയായിട്ട്. 1 മണിക്ക് ശേഷം ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് കാര്യങ്ങള് 1 മണിക്ക് ശേഷം രാത്രി 1 മണിക്കുണ്ട്. സെറ്റാ. ആഹാ, അങ്ങനെയാണ് പറഞ്ഞത്. മച്ചൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ രാത്രി 1 ക്രൗഡാണ് 1 മണിക്ക് ശേഷം. അതാണ് സംഭവം. അപ്പം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് വൈബ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. സെറ്റാക്കി കൊണ്ടത് ഒന്നുകൂടെ 1.5 വർഷത്തിന് മേലായി. ഇപ്പോ 1.5 വർഷത്തിന് മേലായി. പുതിയതായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളി. അപ്പൊ നിങ്ങൾ രാവിലെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പുലർച്ചയ്ക്ക് വരാൻ ഇവിടേക്ക് വന്നാൽ 1 മണിക്ക് ശേഷം ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് അങ്ങനത്തെ പല ഐറ്റംസ് അതും ബീച്ചിന്റെ വൈബില് ടാബ് ഇട്ട് കൊടുത്താൽ സെറ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടേക്ക് വരാം. ചാലിയത്താണ് സംഭവം. കറക്റ്റ് ചാലിയത്ത് വരാൻ ചാലിയം പുളിമൂട്ടല്ലേ? ചാലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാലിയം ബീച്ചിൽ വരികയാണെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്യാതിരിക്കുന്നത്. ചായ ഇതൊരു വേറെ രംഗാണ്, വൈബാണ്.